അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ആദ്യ വൈൽഡ് കാർഡ് വീടിന്റെ ഉള്ളിൽ കയറാൻ പോവുകയാണ്. മറ്റാരുമല്ല വൈൽഡ് കാർഡ് ലാലേട്ടൻ. അതായത് ഈ സീസണിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഈ സീസൺ ഫുൾ ഒരു വെറൈറ്റി പിടിച്ചിട്ടുണ്ട്. കാരണം അവരുടെ ടാഗ് ലൈൻ പോലെ തന്നെ ഏഴിന്റെ പണിയാണ് ഇപ്രാവശ്യം. ആ ഒരു ടാഗ് ലൈനോടും എല്ലാത്തിനോടും എന്താ പറയാ, കമ്മിറ്റി കുറച്ച് നീതി പുലർത്തിയതായിട്ട് തോന്നിയ ഒരു സീസൺ ആണ്. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയത് നല്ല കിടിലൻ സീസൺ, നല്ല പണിയൊക്കെ കൊടുക്കുന്ന നല്ല എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു സീസൺ ആണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ കണ്ടസ്റ്റൻസ് കുറച്ച് വീക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്റെ ഒരു പ്ലാനിൽ വേറെ ഇതിനു മുമ്പ് നടന്ന സീസൺസിലെ പല പല കണ്ടസ്റ്റൻസിനെ എടുത്തിട്ട് ഈ ഒരു സീസണിൽ ഇട്ടിരുന്നെങ്കിൽ ഒരു തീപ്പൊരി സീസണായി മാറേണ്ട ഒരു സീസണാണ്. പക്ഷെ ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസിന് അതിലുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ് ഈ ഒരു ഫസ്റ്റ് വീക്ക് വെച്ചിട്ട്. പക്ഷെ ഇനി പോകെ പോകെ നമുക്കറിയാം. എന്തായാലും നമ്മുടെ വൈൽഡ് കാർഡ് എന്ന് പറയുന്നത് വേറെ ആരുമല്ല, അതാ ഈ ഒരു റോബോട്ടാണ്. നമ്മൾ ഇതിനു മുമ്പ് വേറെ ലാംഗ്വേജസിലെ ബിഗ് ബോസ് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, റോബോട്ട് വരുന്നു വൈൽഡ് കാർഡായിട്ട് മത്സരിക്കാൻ, അല്ലെങ്കിൽ കണ്ടസ്റ്റന്റ് ആയിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് വരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്തായാലും മൊത്തത്തിൽ ഇപ്പൊ ഒരു മയമാണ്. അപ്പൊ നമ്മുടെ ബിഗ് ബോസിലും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ലാലേട്ടൻ ആയിട്ട് റോബോട്ടിനായിട്ട് വന്നത്. അപ്പോ ഇതിനൊരു പേരൊക്കെ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഓഗസ്റ്റ് 11 വരെയാണ് ഡേറ്റ്. ഏഷ്യനെറ്റിന്റെ ഒഫീഷ്യൽ പേജസിലൂടെ നമുക്ക് പേര് അറിയിക്കാം. പേര് നല്ല പേരാണെങ്കിൽ അത് സ്വീകരിച്ചിട്ട് അവർക്കൊരു സമ്മാനമൊക്കെ കൊടുക്കും എന്നാണ് ലാലേട്ടൻ പറഞ്ഞേക്കുന്നത്. അപ്പോ ഈ റോബോട്ട് ഏഴിന്റെ പണിയാണോ 17ന്റെ പണിയാണോ എന്നൊക്കെ നമുക്കിനി വരും ദിവസങ്ങളിൽ കണ്ടറിയണം. അപ്പൊ ഇതുപോലുള്ള റെഗുലർ ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.